ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ദ സൈക്കോളജി ഓഫ് നമ്പേഴ്സ്. സോ ട്രേഡിങ്ങിൽ ഈ നമ്പേഴ്സ് ഏതൊക്കെ രീതിയിൽ, സൈക്കോളജിക്കൽ നമ്പേഴ്സ് ഏതൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യുന്നു, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ്, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഈവൻ റിയൽ ലൈഫ് ആണെങ്കിൽ ശരി, ട്രേഡിംഗ് ആണെങ്കിൽ ശരി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ വരുന്ന സമയത്ത് നമുക്കറിയാം റൗണ്ട് നമ്പറിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് റൗണ്ട് നമ്പറിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല ആൾക്കാരും റൗണ്ട്, ഇപ്പോൾ 99 രൂപയാണെങ്കിൽ നമ്മൾ 100 രൂപ കൊടുക്കും, ബാക്കി വെച്ചോളം പറയും അല്ലേ. അപ്പം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു എമൗണ്ട് വരുവാണോ, ഓക്കെ 75 രൂപ വന്നിട്ടുണ്ട്, സോ എങ്കിലും ഒരു 25 രൂപ കൂട്ടിയിട്ട് ഒരു റൗണ്ട് നമ്പർ ആക്കാൻ വേണ്ടി പറയും. ഓക്കെ, അതുകൂടെ നമ്മൾ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. നമുക്കൊരു 999 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒരു റൗണ്ട് ആക്കാൻ വേണ്ടി നെക്സ്റ്റ് ഒരു ട്രേഡ് എടുക്കാറുണ്ട് അല്ലേ, ഒരു സൈക്കോളജിക്കൽ. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ ഒരു ട്രേഡ് എടുത്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുവാണ് അല്ലേ. നമ്മൾ 105 രൂപയ്ക്ക് ട്രേഡ് എടുക്കുവാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ എന്താണ് 100ൻ്റെ താഴെ വെക്കും, കാരണം അതൊരു സൈക്കോളജിക്കൽ നമ്പറാണ്. അപ്പോൾ അതേ സെയിം കാര്യം തന്നെ നമ്മൾ ഈ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് വരാറുണ്ട്. ഓക്കെ, സോ ഞാൻ ആ ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ റൗണ്ട് നമ്പറിൻ്റെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനിവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് റൗണ്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ലെവലുണ്ട്. ഓക്കെ, ഒന്ന് ലാസ്റ്റ് 3 0 വരുന്ന നമ്പേഴ്സ്, ലാസ്റ്റ് 3 0 വരുന്ന നമ്പേഴ്സ്, അതായത് 52,000 ലെവൽ, 51,000 ലെവൽ, 45,000 ലെവൽ, അതായത് അവസാനം 3 0 വരുന്ന ലെവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ഈ ലെവലിൽ ട്രേഡേഴ്സ് നോക്കി പല ആൾക്കാരും പൊസിഷൻ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകും. പിന്നെയുള്ളത് ലാസ്റ്റ് 500 വരുന്ന ലെവൽ, 500 വരുന്ന ലെവൽ, എക്സാമ്പിൾ 52,500 ലെവൽ, 51,500 ലെവൽ, അങ്ങനെ വരുന്ന ലെവൽസ്. ഇതും വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ലെവലാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പം റീസെൻ്റ്ലി ബാങ്ക് നിഫ്റ്റിയിൽ വന്ന ഒരു സൈക്കോളജിക്കൽ നമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് 200 വരുന്ന ലെവൽ, ലാസ്റ്റ് 200 വരുന്ന ലെവലും ലാസ്റ്റ് 3 ഡിജിറ്റ് 800 വരുന്ന ലെവലും ബാങ്ക് നിഫ്റ്റിയിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അതായത് 52,000, എക്സാമ്പിൾ പറയുകയാണ് 52,200 ലെവൽ, ദെൻ 52,800 ലെവൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിട്ട്. ഓക്കെ, സോ ഈ ലെവൽസ് കാര്യം പറയുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. അവസാനം 3 0 വരുന്നത്, പിന്നെ 500 വരുന്നത്, 200 വരുന്നത്, 800 വരുന്നത്. റൈറ്റ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ചാർട്ട് ഞാനൊന്ന് എടുക്കുവാണ്. ചാർട്ട് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ലെവൽസ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അവസാനം ഏതാണ് 300 വരുന്ന ലെവൽ, ഞാനിവിടെ ലൈൻ എടുത്തിട്ടുണ്ട്. സോറി, 800 വരുന്ന ലെവൽ. സോ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ലെവൽ, നിങ്ങൾക്കിവിടെ കാണാം 52,788. അതായത് ഞാൻ എക്സാക്ട്ലി, അതായത് ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് ഇനി കറക്റ്റ് വേണമെങ്കിൽ ഡ്രോ ചെയ്യാം. ജസ്റ്റ് കോർഡിനേറ്റിൽ കൊടുക്കുന്നു. റൈറ്റ്, 52,800 ലെവൽ. റൈറ്റ്, സോ അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ആ ഒരു ദിവസം മാർക്കറ്റ്, കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ എക്സാക്ട്ലി എവിടെയാണ് ഒരു റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്, 58,800 ലെവലാണ്. എന്തുകൊണ്ടാണ് ആ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു ചെറിയ റിവേഴ്സൽ വന്നിരിക്കുന്നത്? കാരണം ആ ഒരു ലെവൽ റീസെൻ്റ്ലി എല്ലാ ട്രേഡേഴ്സും വാച്ച് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ നമ്പറാണ്. അപ്പോൾ ട്രേഡേഴ്സ് തിങ്ക് ചെയ്യുന്നതൊക്കെ ആ ഒരു ലെവലിൽ നിന്ന്, അതായത് ഇവിടെ നിന്ന് ബൈ ചെയ്ത ആൾക്കാരൊക്കെ തിങ്ക് ചെയ്യുന്നതൊക്കെ അതൊരു സൈക്കോളജിക്കൽ ലെവലാണ്. പുതിയ സെല്ലേഴ്സ് വരാറുണ്ട്, അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻ സെല്ലിംഗ് പൊസിഷൻ എടുക്കുന്ന ആൾക്കാർ അവിടെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. റൈറ്റ്, അപ്പോൾ ആ ഒരു സമയത്ത് അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്യും. നമുക്ക് കാണാം എക്സാക്ട്ലി ആ ഒരു പോയിന്റിലാണ് റിവേഴ്സൽ വന്നിരിക്കുന്നത്. പിന്നെ നമുക്കുള്ള ലെവൽസ് ഏതാണ്, ലാസ്റ്റ് 500 ലെവലിന് ലെവൽ. ഇവിടെ നമുക്ക് കാണാം, ഞാനിവിടെ ഒരു ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് 500 ലെവൽ വരുന്ന ലൈൻ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എക്സാക്ട്ലി അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. മാർക്കറ്റ് ഇവിടുന്ന് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തിയിട്ട് എക്സാക്ട്ലി ആ ഒരു 500 ലെവലിൽ നിന്നാണ് നെക്സ്റ്റ് ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയാം. ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാർ അവിടെ നിന്നാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ സെല്ലേഴ്സ് അവിടെ നിന്നാണ് പൊസിഷൻ എടുത്തിരിക്കുന്നതെന്ന് പറയാം. പിന്നീട് ആ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്. പിന്നീട് റീടെസ്റ്റ് എടുത്ത് 2 തവണ ഇവിടെ നിന്ന് വീണ്ടും അപ്സൈഡ് മൂവ് നമുക്കിവിടെ കാണാം. ആൻഡ് പഴയ ലെവൽസ് നമ്മൾ, അല്ലെങ്കിൽ പഴയ ദിവസങ്ങളോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു, സോറി ജസ്റ്റ് ഇത് റിമൂവ് ചെയ്തു പോയി. ഓക്കെ, സോ ആ ഒരു ലെവലിൽ നമുക്ക് എന്താണ്, പിന്നീട് പഴയ ചാർട്ടുകളൊക്കെ നിൽക്കുന്ന സമയത്ത് ആ ഒരു ലെവലിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റൈറ്റ്, ആ ഒരു ലെവൽ 52,500 എക്സാക്ട്ലി സപ്പോർട്ട് എടുത്തതായിട്ട് കാണാം.
ദെൻ ആ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തു, റീടെസ്റ്റ് എടുത്ത് അപ്സൈഡിലോട്ട് പോയത് കാണാം. ദെൻ ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ട് വന്നത് കാണാം, റൈറ്റ്. അപ്പം ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ ലെവലാണ്, റൈറ്റ്. സോ ഇനി നമ്മൾ വേറൊരു ലെവൽ പറഞ്ഞത് ഏതാണ്? അവസാനം 200 വരുന്ന ലെവൽ, റൈറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാണ് 200 ലെവൽ വന്ന ലെവൽ, റൈറ്റ്. സോ 200 വന്ന ലെവൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. അപ്പം ആ ഒരു ലെവലിൻ്റെ ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മാർക്കറ്റ് വന്നു, റെസിസ്റ്റൻസ് എടുത്തു, കൺസോൾട്ടേഷൻ ചെയ്തു, ബ്രേക്കൗട്ട് നടത്തി, റീടെസ്റ്റ് നടത്തി, വീണ്ടും ഒരു അപ്പ് സൈഡ് മൂവ്, വീണ്ടും വന്നു, എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും ഒരു അപ്പ് സൈഡ് മൂവ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നു, എക്സാക്ട്ലി 52,200 ലെവലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്. എങ്ങനെയാണ് ഈ ലെവൽ വർക്ക് ചെയ്യുന്നത്? ലെവൽ ചുമ്മാ വർക്ക് ചെയ്യില്ല, കാരണം ട്രേഡേഴ്സ്, ബാക്കിയുള്ള ട്രേഡേഴ്സും ഈ ലെവൽ നോക്കി പൊസിഷൻ എടുക്കുന്നത് കൊണ്ടാണ്, ബൈ അല്ലെങ്കിൽ സെൽ ഓർഡർ എടുക്കുന്നത് കൊണ്ടാണ് ആ ഒരു ലെവൽ വർക്ക് ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ ഇവിടെയും മുമ്പത്തെ ചാർട്ടുകൾ, പഴയ ചാർട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ കാണാം സപ്പോർട്ട് എടുത്തിരിക്കുന്നത്, നെക്സ്റ്റ് ഇവിടെയും കാണാം സപ്പോർട്ടൊക്കെ എടുത്തിരിക്കുന്നത് 52,200 എക്സാക്ട്ലി, റൈറ്റ്. ആ ഒരു പോയിന്റിൽ വന്നിട്ട് പ്രൈസ് റിവേഴ്സിൽ വന്നത് കാണാം, റൈറ്റ്. സോ എഗെയിൻ അവിടെ നിന്ന് റിവേഴ്സിൽ വന്നത് കാണാം, റൈറ്റ്. അപ്പോൾ ആ ഒരു ലെവലിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. പിന്നെ നമ്മൾ വേറൊരു ലെവൽ കൂടി പറഞ്ഞാണ്, നമ്മൾ 800 ലെവൽ എടുത്തു, ദെൻ 500 ലെവൽ എടുത്തു. ഇനി അവസാനം 3 വരുന്ന ലെവൽ, അത് ഞാൻ ജസ്റ്റ് എടുക്കുവാണ്. ഇവിടെ നമുക്ക് തൊട്ട് താഴെ കാണാം 52,000 ലെവൽ, 52,000 ലെവൽ നമുക്കിവിടെ കാണാം. സോ അത് ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്യാം. അവസാനം 3 വരുന്ന ലെവൽ, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, റൈറ്റ്. മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തു, ദെൻ അഗെയിൻ സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയത് കാണാം, റൈറ്റ്. അതിന് മുൻപത്തെ ദിവസങ്ങളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, റൈറ്റ്, അതിൻ്റെ മുമ്പത്തെ ദിവസങ്ങളിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ലെവൽ ഇവിടെ കാണാം 52,000 എക്സാക്ട്ലി സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ നിന്നാണ് റിവേഴ്സിൽ വന്നിരിക്കുന്നത്, റൈറ്റ്. അപ്പോൾ ഇതാണ് സൈക്കോളജിക്കൽ നമ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് വർക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡേഴ്സും ആ ഒരു പൊസിഷൻ നോക്കി അല്ലെങ്കിൽ ആ ലെവൽസ് നോക്കി ട്രേഡുകൾ എടുക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ചുമ്മാ പറയുന്നതല്ല, നമുക്ക് ഓപ്ഷൻ ചെയിൻ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ ഒന്ന് എടുക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, റൈറ്റ്, എവിടെയാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ 52,500 ലെവൽ ഇവിടെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം 75,000 അടുത്ത് ഓപ്പൺ OI വന്നിട്ടുണ്ട്, റൈറ്റ്. സോ ബാക്കിയുള്ള ലെവൽസിലേക്ക് വളരെ കുറവാണ് താരതമ്യം ചെയ്യുന്ന സമയത്ത്. ബട്ട് നെക്സ്റ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ 52,200 ലെവൽ, അവിടെ ഏകദേശം 60,000 ഉണ്ട്, റൈറ്റ്. അപ്പോൾ അതിനെക്കാട്ടിയും കൂടുതലാണ് അവിടെ ഉള്ളത്. ദെൻ നെക്സ്റ്റ് റൗണ്ട് നമ്പർ നോക്കുവാണെങ്കിൽ 52,000 ലെവൽ, അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം 1,00,000 അടുത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് അവിടെ നമുക്ക് കാണാം. നെക്സ്റ്റ് 52,800 ലെവൽ നമുക്ക് നോക്കാം, ഏകദേശം ആ ഒരു ഏരിയയിൽ വളരെ കുറവാണ് വന്നിരിക്കുന്നത്. സോ ഫൈൻ, ഓക്കെ. ബട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ കൂടുതലാണ് വന്നിരിക്കുന്നത്, റൈറ്റ്. നെക്സ്റ്റ് 53,000 ലെവൽ, 53,000 ലെവലും ഏകദേശം ആ ഒരു ഏരിയയിൽ നമുക്കിവിടെ കാണാം ഏകദേശം 14,000. അത് ബാക്കിയുള്ള നമ്പേഴ്സിനെക്കാട്ടി അപേക്ഷിച്ച് ഈ 2 റൗണ്ട് നമ്പറിൽ കൂടുതലായിട്ടും ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് കാണാം. സെയിം ആസ് നമ്മുടെ കോൾ ഓപ്ഷനിലും സെയിം തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാം എവിടെയാണോ റൗണ്ട് നമ്പർ വന്നിരിക്കുന്നത് അവിടെ കൂടുതലായിട്ടും വന്ന് നമുക്ക് കാണാം. 1,49,000 വന്നിരിക്കുന്നത് എവിടെയാണ്? 53,000, റൈറ്റ്. പിന്നെ 54,000 നമുക്ക് കാണാം 1,66,000, അതും ഒരു റൗണ്ട് നമ്പറാണ്. ദെൻ നെക്സ്റ്റ് 800 ലെവൽ, അവിടെയും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ ലെവൽ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഈ സൈക്കോളജിക്കൽ ലെവലിലാണ് കൂടുതൽ OI വരുന്നത്. ദാറ്റ് മീൻസ് ഒരുപാട് ബിഗ് പ്ലെയേഴ്സൊക്കെ പൊസിഷൻ എടുക്കുന്നത് അക്കോർഡിംഗ് ടു ദിസ് ലെവലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ലെവലിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലേ? നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ട്രേഡിങ്ങിൽ എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുക? ഞാനിവിടെ നിന്നൊരു ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ എനിക്കറിയാം മാർക്കറ്റ് ഇതിൻ്റെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്, കാരണം ഇവിടെ ഒരുപാട് പുതിയ പൊസിഷൻ എടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അറ്റ് ദ സെയിം ടൈമിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ എനിക്കറിയാം ഇതിൻ്റെ മുകളിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസസ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഷാർപ്പ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അവിടെ ഉണ്ടാകും എന്ന് നമുക്കറിയാം. ദെൻ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത 52,200 എന്നാണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ഡിസിഷൻ എടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മളിപ്പം എടുത്തിരിക്കുന്നത് ഏതാണ്? സൈക്കോളജി ഓഫ് ബാങ്ക് നിഫ്റ്റിയുടെ ആണ് നമ്പേഴ്സിൻ്റെ. ഇനി നിഫ്റ്റിയുടെ, ഓക്കെ, സോ നിഫ്റ്റിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിഫ്റ്റിയിൽ നമ്മൾ നോക്കേണ്ട ലെവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാനം 3 വരുന്ന ലെവൽസ്, അവസാനം 3 വരുന്ന ലെവൽ. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ഈ നമ്പർ, അതായത് 100 വരുന്നത്, 200 വരുന്നത്, ദെൻ 300 വരുന്നത്, അതായത് 100ൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിഫ്റ്റിയിൽ, റൈറ്റ്. സോ നെക്സ്റ്റ് വരുന്നത് 500 ലെവൽ,
അവസാനം 500 വരുന്ന ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഏറ്റവും സ്ട്രോങ് എന്ന് പറഞ്ഞത് 30 നെക്സ്റ്റ് 500 വരുന്ന ലെവലാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ചാർട്ടിൽ തന്നെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കാം. റൈറ്റ്, ഇവിടെ നമ്മൾ സോ നിഫ്റ്റിയിൽ ഞാൻ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുവാണ്. നിഫ്റ്റി 50. ഓക്കെ, ഞാൻ ഈ ഒരു 24,400 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 24,300 ജസ്റ്റ് മാർക്ക് ചെയ്യുവാണ്. 24,300 മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 24,200 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 24,500 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ലെവലിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം 100ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 300, 400, 24,300, 24,200. അപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ എക്സാക്ട്ലി സപ്പോർട്ട് എടുത്തിരിക്കുന്നതും റെസിസ്റ്റൻസ് എടുത്ത് ബ്രേക്ക് ഔട്ട് ചെയ്ത് സ്ട്രോങ് ആയിട്ട് അപ്സൈഡിലോട്ട് പോയി. ദെൻ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് കാണാം. ദെൻ അഗെയിൻ ഇവിടെയും സപ്പോർട്ട് എടുത്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിങ് നമുക്കിവിടെ കാണാം. റൈറ്റ്, അപ്പോൾ മുൻപത്തെ ദിവസങ്ങളിലൊക്കെ നോക്കുവാണെങ്കിലും സിമിലർ കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ് നമുക്ക് അവിടെ കാണാം. റൈറ്റ്, ആ ഒരു ലെവലിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാം. റൈറ്റ്, ഇവിടെയും നമുക്ക് കാണാം എക്സാക്ട്ലി 200 ലെവലിൽ ഗ്യാപ്പ് ചെയ്ത് ബട്ട് സസ്റ്റെയിൻ ചെയ്യാതെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിങ്. റൈറ്റ്, അതുകൂടാതെ നമുക്ക് 24 അവസാനം 3 നമ്പർ വരുന്ന ദിവസങ്ങൾ. റൈറ്റ്, അവസാനം 3 നമ്പർ വരുന്ന നമ്പേഴ്സ് ഇവിടെ എടുക്കാൻ 24,000. അവിടെ നമുക്ക് കാണാം 24,000 എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ വന്ന് സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്സൈഡ് മൂവ് നമുക്ക് അവിടെ കാണാം. റൈറ്റ്, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്താണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ഈ നമ്പേഴ്സും നിഫ്റ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. റൈറ്റ്, എസ്പെഷ്യലി അവസാനം 30 വരുന്നതും ദെൻ അവസാനം 500 ലെവൽ വരുന്നതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവൽസാണ്. സൈക്കോളജിക്കൽ ലെവലാണ്. നമ്മൾ ഈവൻ ഓപ്ഷൻ ചെയിൻ നമ്മൾ നോക്കുവാണെങ്കിലും നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ നോക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റൈറ്റ്, ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നിരിക്കുന്നത് എപ്പോഴൊക്കെ റൗണ്ട് നമ്പേഴ്സിലായിരിക്കും. 24,000 ഏകദേശം 2 lakhൻ്റെ അടുത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ദെൻ കോൾ ഓപ്ഷനിൽ നോക്കുവാണെങ്കിലും ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് വന്നിരിക്കുന്നത് 19,000 ഏകദേശം 24,000-ലാണ്. അതുകൂടാതെ നമ്മൾ 23,000 നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്ന ലെവൽ കമ്പയർ ടു ബാക്കിയുള്ള ലെവൽസ് നോക്കുന്ന സമയത്ത്. പിന്നെ 23,500 ലെവലിൽ നമുക്ക് കാണാം ഏകദേശം 1,75,000 വന്നിട്ടുണ്ട്. കാരണം ആ ഒരു ലെവലിലാണ് കൂടുതൽ ആൾക്കാർ ഈവൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഗ് ഓപ്ഷൻ സെല്ലേഴ്സൊക്കെ പൊസിഷൻ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും കൂടുതലായിട്ടും റൈറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്കറിയാം അതൊരു സ്ട്രോങ് ആയിട്ടുള്ള റൗണ്ട് നമ്പറാണ്, അതിന് താഴോട്ട് പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളത്. റൈറ്റ്, അക്കോർഡിംഗ് ടു ആ ഒരു ലെവലിനനുസരിച്ചിട്ട് ട്രേഡ് പ്ലാൻ അവർ നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നോക്കി. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ഓപ്ഷൻ പ്രീമിയം. റൈറ്റ്, ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നിഫ്റ്റിയുടെ ചാർട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ നിഫ്റ്റിയുടെ ഒരു ഓപ്ഷൻ പ്രീമിയം എടുക്കുകയാണ്. ഓക്കെ, സോ ജസ്റ്റ് റാൻഡമിലി ഞാനൊരു ഇൻ ദ മണി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. റൈറ്റ്, ഓക്കെ, ഇനി ഓപ്ഷൻ പ്രീമിയത്തിലും നമ്മുടെ സൈക്കോളജിക്കൽ നമ്പർ വളരെ പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യും. ഓപ്ഷൻ പ്രീമിയത്തിലും. ഓക്കെ, അതിൽ നിഫ്റ്റിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ 100, 100, ദെൻ 200 ഈ ലെവൽസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. 100, 200 ലെവൽ. റൈറ്റ്, അറ്റ് ദ സെയിം ടൈമിലും 20ൻ്റെ മൾട്ടിപ്പിൾ, അതായത് ഇത് റീസെൻ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. 20ൻ്റെ മൾട്ടിപ്പിൾ, അതായത് 20, 40, 60, 80, 100 എക്സെട്രാ 20ൻ്റെ മൾട്ടിപ്പിളൊക്കെ അതിനകത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഓക്കെ, സോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എടുത്ത് മാർക്ക് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് 24,450യുടെ കോൾ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. റൈറ്റ്, ഞാനിവിടെ ഈ ഒരു ലെവൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് 60. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുവാണെങ്കിൽ 80 മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ 100 മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഞാൻ 120 മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ 140 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് എക്സാക്ട്ലി 60ൽ വന്നിട്ടാണ് ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് റിവേഴ്സിൽ വന്നത്. പിന്നീട് 80ൻ്റെ അബവ് വന്ന സമയത്ത് മാർക്കറ്റ് വീണ്ടും ബുള്ളിഷിലോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഈ ഒരു ഫാള് കഴിഞ്ഞ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഇരിക്കുന്നത് എവിടെയാണ്? എക്സാക്ട്ലി 80ലാണ് ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. റൈറ്റ്, അപ്പോൾ 20ൻ്റെ മൾട്ടിപ്പിൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ലെവലിൽ വർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതിന് മുൻപത്തെ ദിവസങ്ങളിലൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. എക്സാക്ട്ലി 100 ഞാൻ നേരത്തെ പറഞ്ഞ വളരെ പവർഫുൾ ആയിട്ട് ലെവലാണ്. എക്സാക്ട്ലി 100ൽ വന്നിട്ടാണ്, റൈറ്റ്, 100ൽ വന്നിട്ടാണ് ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് കാണാം 100ൽ വന്നിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ട്രേഡിങ്ങിൽ എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എടുക്കാം, നമ്മൾ ഈ ലെവൽസ് കൂടി നോക്കിയിട്ട് ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഒരു റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. റൈറ്റ്, 180. റൈറ്റ്, 20ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 180ലാണ് ഒരു റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്.
റൈറ്റ്. ഈവൻ ഫിൻ നിഫ്റ്റി ആണെങ്കിലും സെയിം തന്നെയാണ്. 20-ൻ്റെ മൾട്ടിപ്പിൾ വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യും. റൈറ്റ്. ഫിൻ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ, അതായത് ഓപ്ഷൻ പ്രീമിയം. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഞാനിവിടെ മാർക്ക് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സാക്ട്ലി ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് എവിടെയാണ്, 80 അല്ലേ. മാർക്കറ്റിൽ താഴോട്ട് വന്നു ഒരു റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്ന ലെവൽ നമുക്കിവിടെ കാണാൻ പറ്റും. എക്സാക്ട്ലി 80 സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. റൈറ്റ്. അത് കഴിഞ്ഞ് 100 നടക്കുന്ന പ്രൈസ് ആക്ഷൻ. 100 ഏകദേശം ഈ ഒരു പോയിന്റിലാണ് 100 ഉള്ളത്. 100 ഹോൾഡ് ചെയ്തു, ദെൻ 100 റീടെസ്റ്റ് എടുത്തൊരു സ്ട്രോങ് അപ്പ് സൈഡ് മൂവ്. നെക്സ്റ്റ് 140 ദെൻ 180 ഈവൻ 200 ലെവൽ. ഇതാണ് 200 ലെവൽ. ഇവിടെ 2 തവണ സപ്പോർട്ട് എടുത്തതായിട്ട് കാണാം. അപ്പം ഈ ഒരു റൗണ്ട് നമ്പർ ഇതിനകത്തും വർക്ക് ചെയ്യും. സോ വർക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഇത് നോക്കി ട്രേഡുകൾ എടുക്കുന്നുണ്ട്. ട്രേഡേഴ്സ് ട്രേഡുകൾ എടുക്കുന്നതുകൊണ്ടാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ പ്രീമിയത്തിൻ്റെ കാര്യം വരുവാണെങ്കിൽ നമുക്ക് 20-യുടെ മൾട്ടിപ്പിൾ അല്ല, ബാങ്ക് നിഫ്റ്റിയുടെ പ്രീമിയം കുറച്ച് കൂടുതലാണെന്ന് അറിയാം. അപ്പം നമുക്ക് നോർമലി 40-യുടെ മൾട്ടിപ്പിൾ എടുക്കാം. അതുകൂടാതെ ഈ ഒരു 200 നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 200 കാണാം, ദെൻ 300, ഏകദേശം 300 വരുന്നത് ഏകദേശം ഈ ഒരു പോയിന്റിലാണ്. 300, ദെൻ 400, ദെൻ 500. അപ്പോൾ ഈ ലെവലിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ എക്സാക്ട്ലി ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 200-ലാണ്, ദെൻ 300 300 ബ്രേക്ക് ഔട്ട് ചെയ്തൊരു സ്ട്രോങ് മൂവ്, ദെൻ 500-ലും ഈ ലെവൽ റെസ്പെക്റ്റ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ഈ ഒരു 100-ൻ്റെ മൾട്ടിപ്പിൾസ് ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ബാങ്ക് നിഫ്റ്റി പ്രീമിയം കൂടുതലായതുകൊണ്ടാണ് കുറച്ചധികം നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെവൽസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ട്രേഡിങ്ങിൽ ഹെൽപ്പ് ചെയ്യും. റൈറ്റ്. ചില ദിവസങ്ങൾ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഈ റൗണ്ട് നമ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ടും അല്ലെങ്കിൽ ടാർഗറ്റ് ആയിട്ടും സെറ്റ് ചെയ്യാം. അല്ലെ, 3-4 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ എന്താണ് സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കാം, ആൻഡ് ഓൾസോ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഈ ലെവൽസ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അടുത്തുണ്ടെങ്കിൽ. രണ്ടാമത് ട്രേഡ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആണ് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ആണ് തരുന്നതെങ്കിൽ അതേ സെയിം ലൊക്കേഷൻ ഒരു റൗണ്ട് നമ്പർ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ട്രേഡ് കുറച്ചുകൂടി വാലിഡേറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഓക്കെ ഈ ഇന്ന ലെവൽ ഉണ്ട്, ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ വീണ്ടും ഫർദർ ഡൗൺ സൈഡ് മൂവിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ട്രേഡ് വാലിഡേഷന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി ഈ ലെവൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ലൈക്ക് തരിക. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ബൈ.